ബാഗാണോ? കാറ്റുപോലെ പാഞ്ഞവൻ ബാഗ് എടുത്ത് ബെഡിലേക്ക് ഇടുന്നത് കണ്ട് ഗൗരി സൈഡിലേക്ക് ഒതുങ്ങി നിന്നുപോയി. അവന്റെ മുഖം അവളിലേക്ക് തിരിഞ്ഞതും ഗൗരി വേഗം ആണെന്ന് തലയാട്ടി. നിന്നോടാരാ ഇതൊക്കെ കെട്ടിപ്പൊക്കി കൊണ്ടുവരാൻ പറഞ്ഞത്? ഞാൻ ശ്രീയോട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവന്റെ ശബ്ദത്തിലെ ചെറുമുറുക്കം അവൾ തിരിച്ചറിഞ്ഞു. പറഞ്ഞില്ല അവൾ, അല്ലെങ്കിൽ തന്നെ തിരിച്ചു മറുപടി പറയാൻ പണ്ടേ അറിയില്ലല്ലോ. വെറുതെ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ നോട്ടത്തിൽ ഹരിയൊന്ന് പതറി. കണ്ണുകളിൽ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലാതെ സാധാരണമായ നോട്ടം, പക്ഷേ ചെന്ന് പതിക്കുന്നത് നെഞ്ചിലാണ്. വല്ലാത്തൊരു വശ്യത നിറഞ്ഞ നോട്ടം പോലെ. നിനക്കാവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഗൗരി. അവിടുത്തെ ഒന്നും ഇവിടെ ആവശ്യമില്ല. പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശിയും വലിച്ചിനും വാങ്ങി തന്നത്. ഇതിൽ നിന്ന് ഏട്ടൻ വാങ്ങി തന്നത് വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ട് കബോർഡിലേക്ക് വെച്ചേക്ക്. വേറെ ഒന്നും വേണ്ട. അത് മുഴുവനും ഏട്ടൻ വാങ്ങി തന്നതാ. അവളുടെ പതിഞ്ഞ സ്വരത്തിൽ അവന്റെ ചുണ്ടൊന്ന് വിരിഞ്ഞു. ആദ്യമായി തന്റെ പെണ്ണ് തന്നോട് മിണ്ടിയിരിക്കുന്നു. വല്ലാത്തൊരു സന്തോഷമാണ് അവന്റെ നെഞ്ചിൽ അലതല്ലിയത്. എന്നാൽ ഗൗരിയിൽ ഒരുതരം നിർവികാരതയായിരുന്നു. ഒന്നും വാങ്ങിത്തരാറില്ലെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. തന്നാൽ തന്നെ അതിൻ്റെ കണക്ക് പറച്ചിലിൽ അതിൻ്റെ വില കളയും. അതും വർഷത്തിലൊരിക്കലേ വല്ലതും വാങ്ങിത്തരൂ. പിന്നെയൊക്കെ ഏട്ടൻ വാങ്ങിത്തന്നതാണ്. ഹരി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വീണ്ടും ആ തറവാട്ടുകാരോട് ദേഷ്യം കൂടിയതല്ലാതെ കുറയുന്നില്ല എന്ന് ഹരിക്ക് മനസ്സിലായി. നീ വേണേ ഡ്രസ്സ് മാറി കുറച്ച് കംഫർട്ടുള്ള ഡ്രസ്സ് ഇട്ടോ. ഈ സാരി ഉറ്റി കാണുമ്പോൾ എനിക്ക് തന്നെ വീർപ്പ് കൂട്ടുന്നു. അവളുടെ സെറ്റ് സാരിയിലൂടെ കണ്ണോടിച്ചവൻ പറയെ ഗൗരി മെല്ലെ തലയാട്ടി. വീണ്ടും അവൾ തല താഴ്ത്തി നിന്നതും വേറെ ഒന്നും ചോദിക്കാനില്ലാത്തതുപോലെ മുണ്ടും ടർക്കിയും എടുത്തവൻ ബാത്റൂമിലേക്ക് കയറി. നനഞ്ഞ മുടി കൈകൊണ്ടൊതുക്കി അടുക്കളയിലേക്ക് ഇറങ്ങിയതും തിടുക്കത്തിൽ പണി തീർക്കുന്ന അമ്മയെയാണ് ഹരി കണ്ടത്. ഉച്ചയ്ക്ക് എന്നതാ അമ്മയെ കഴിക്കാൻ? കടുക് വറക്കുന്ന സുജാതയുടെ പുറകെ നിന്ന് എത്തി നോക്കിയവൻ. അവനെ കൂർപ്പിച്ചു നോക്കിയതല്ലാതെ സുജാത ഒന്നും പറഞ്ഞില്ല. എന്താ പിണക്കമാണോ സുജാതെ? അവൻ കുസൃതിയോടെ അമ്മയെ നോക്കി. ഒരു വാക്കെങ്കിലും പറയായിരുന്നു ഹരി. ഞാൻ എതിർത്ത് നിൽക്കും നീ കരുതിയോ? അവരുടെ ശബ്ദമൊന്ന് ഇടറി. ഇത്ര കാലവും കാത്തിരുന്ന മകന്റെ കല്യാണം കാണാൻ കഴിയാത്ത വേദന അവരുടെ നെഞ്ചിൽ നിറഞ്ഞു. പറയണമെന്ന് കരുതിയതാ അമ്മേ, പക്ഷേ എടിപിടിന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനുള്ള സാവകാശം കിട്ടിയില്ല. പിന്നെ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന സംശയവും ഉണ്ടായിരുന്നു. എങ്ങാനും അമ്മ എതിർത്ത എനിക്കൊരിക്കലും അവളെ കൂടെ കൂട്ടാൻ കഴിയില്ല. അതുപോലെ അവളെ അവിടെ നിർത്താനും തോന്നിയില്ല. അതാ ഞാൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നേ ഞാൻ തന്നെ മുന്നിൽ നിന്നേനെ ഹരി. ഇതിപ്പോൾ നിന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ലാതെ പോയില്ലേ? നീ ഒന്നല്ലേ എനിക്കുള്ളൂ. എത്ര ആശിച്ചതാ ഞാൻ. അമ്മയുടെ കണ്ണ് കലങ്ങിയത് കാണെ ഹരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അമ്മേ, ഞാൻ കുഴപ്പമില്ല. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഒന്ന് നോക്കിയാ നീ ചെയ്തത് തന്നെയാ ശരി. ഇനിയും ആ കൊച്ചിനെ അവിടെ നിർത്തിയിരുന്നേ ചിലപ്പോൾ അത് വല്ല കടുങ്കയും ചെയ്തേനെ. മകന്റെ മുഖത്തെ കുറ്റബോധം കാണാൻ കഴിയാത്തതുപോലെ സുജാത അവനെ ആശ്വസിപ്പിച്ചു. അജയ് വേണ്ടതൊക്കെ എത്തിച്ചതുകൊണ്ട് സുജാത നല്ല സദ്യ തന്നെ ഒരുക്കിയിരുന്നു. 5 കൂട്ടം കറിയും പായസവും നല്ല കുത്തരി ചോറും വാഴയിലയിൽ വിളമ്പി. ഹീതുവിനെ ഹരി തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഹരി പറയാതെയായപ്പോൾ പെണ്ണിന് പരിഭവം കൂടി. എന്നാൽ വീട്ടിൽ വന്നതും ഹീതു ആകെ അന്താളിച്ചു പോയി. ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യമാണ് മുന്നിൽ കാണുന്നോർക്ക് ഹീതു പകച്ചുപോയി. എന്നാൽ വായാടിയായ പെണ്ണ് പെട്ടെന്ന് തന്നെ ഗൗരിയുമായി അടുത്തു. അതും ഇതുമൊക്കെ ചോദിച്ച് ഗൗരിയുടെ പുറകെ തന്നെ ഹീതു ഉണ്ടായിരുന്നു. ഗൗരിക്ക് അവളൊരാശ്വാസമായി തോന്നി. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഹാളിൽ നിലത്തിരുന്നതും സുജാതയും ഹീതുവും എല്ലാവർക്കും വിളമ്പി. കൂടെ തന്നെ അവരും ഇരുന്നു. കഴിക്കുന്നതിനിടയിൽ അവരുടെ സംസാരവും കളിയും ചിരിയും എല്ലാം വിടർന്ന കണ്ണാലെയാണ് ഗൗരി നോക്കിയത്. സ്വന്തം വീട്ടിലെ ആളുകൾ തന്നെ ഒന്നിച്ചിരുന്ന് കഴിക്കാത്ത വീട്ടിലെ പെണ്ണിനെ പുറമെയുള്ളവർ പോലും യാതൊരു ഭാവഭേദവുമില്ലാതെ ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തന്നെയാണ് അവൾക്ക് തോന്നിയത്. അവൾ നന്നായി തന്നെ ആ നിമിഷം ആസ്വദിച്ചു. ഗൗരിയുടെ മുഖത്തെ തെളിച്ചം ഹരിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിലൊരു തണുപ്പ് തോന്നി. ഇനി ജീവിതകാലം മുഴുവനും അവളെ നിനക്ക് മാത്രം നോക്കിയിരിക്കാം ഹരി. ഇപ്പം നീ കഴിക്കാൻ നോക്ക്. ചെവിയിൽ ബിബി പറയെ ഹരി ചമ്മലോടെ മുഖം താഴ്ത്തിപ്പോയി. മുന്നിൽ കലിയോടെ ഇരിക്കുന്ന അമ്മയെ കാണാതെ പോലെ കൃഷ്ണൻ അകത്തേക്ക് കയറി. രാജേശ്വരിയുടെ ചുവന്ന കണ്ണുകൾ മകനിൽ തന്നെ തറഞ്ഞു നിന്നു. ഇതുവരെ ഇല്ലാത്ത തിളക്കം ആ മുഖത്ത് കാണാൻ അവർക്ക് സാധിച്ചു. കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം അടക്കിയവർ. നീ എവിടെ പോയിരുന്നു കൃഷ്ണ? ഒട്ടും ഭയമില്ലാതെ തന്നെ അവർ ചോദിക്കെ കൃഷ്ണൻ നടത്തം നിർത്തി തിരിഞ്ഞു. അമ്പലത്തിൽ. ഒറ്റ വാക്കിൽ ഉത്തരം. രാജേശ്വരി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവളെവിടെ? മകനെ രൂക്ഷമായി നോക്കി രാജേശ്വരി തിരക്കി. ആര്? കൃഷ്ണ, എൻ്റെ അടുത്ത് പൊട്ടം കളിക്കരുത് നീ. ഗൗരി എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്.
രാവിലെ മുതൽ അവളെ കാണാനില്ല. കൂടെ നിന്നെയും കിച്ചുവിനെയും. രണ്ടും കൂടി അവളെ എങ്ങോട്ട് കൊണ്ടുപോയി? ദേഷ്യം കൊണ്ട് അവരുടെ കവിൾ വിറയ്ക്കുന്നത് കൃഷ്ണൻ കണ്ടു. എൻ്റെ കൂടെ അവൾ വന്നില്ല. ഇനി കിച്ചുവിൻ്റെ കൂടെ എവിടെയും പോയോ എന്ന് എനിക്കറിയില്ല. അലസമായി പറയുന്ന മകനെ കാണെ രാജേശ്വരിയുടെ നോട്ടം വാതിൽക്കൽ നിൽക്കുന്ന ആശയിലും എത്തി. അത് അവഗണിച്ചുകൊണ്ട് ആശ നോട്ടം മാറ്റി. ഇത്രയും കാലം എന്നോട് ചോദിക്കാതെ അവൾ എവിടേക്കും പോയിട്ടില്ല. അമ്പലത്തിൽ പോകാനാണേലും എന്നോട് ചോദിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിനു പുറകിൽ അച്ഛനും മകനും തന്നെയാണ്. പറയടാ, അവൾ എവിടെ? രണ്ടാളും കൂടി ആ നാറിക്ക് കൂട്ടിക്കൊടുത്തോ? ദേഷ്യത്തിൽ അവർ അലറി. ഇതുവരെ മകളുടെ കാര്യം അന്വേഷിക്കാതെ ഞാൻ എന്തിനാണ് ഇന്ന് അവളെ വേറൊരാൾക്ക് കൂട്ടിക്കൊടുക്കുന്നത്? അമ്മ കൊച്ചുമോനോട് ചോദിക്ക്. ചിലപ്പോൾ അവൻ അവളെയും കൊണ്ട് നാട് വിട്ടു കാണും. അതുപോലെയാണല്ലോ അവളെ നിങ്ങൾ നോക്കുന്നത്. അയാളുടെ ശബ്ദത്തിൽ പുച്ഛമായിരുന്നു. രാജേശ്വരിക്ക് കലിയേറി. ആ തെമ്മാടിയുടെ കൂടെ എങ്ങാനും ആ ടോഷമോളെ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല കൃഷ്ണ. കൊന്നു തള്ളി ഞാൻ രണ്ടാളെയും. ജീവിക്കാൻ സമ്മതിക്കില്ല. നാശം പിടിച്ചവൾ തറവാടിൻ്റെ മാനം കളയാനായി. അമ്മ എന്ത് വേണേലും ചെയ്തോ. എന്നോട് ചോദിക്കാനോ പറയാനോ വരരുത്. ഇതുവരെ എങ്ങനെയാണോ അതുപോലെ മതി എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം. കൂടുതലൊന്നും വേണ്ട. ആശേ, നീ കഴിക്കാൻ എടുക്ക്, നല്ല വിശപ്പ്. വാതിൽക്കൽ നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അകത്തേക്ക് കയറിയതും രാജേശ്വരി ചാരി കസേരയിലേക്ക് ഇരുന്നു. അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. നന്ദനും അച്ഛനും കൂടി അവളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് അവർക്ക് ബോധ്യമായി. ആ കാര്യം നന്ദൻ പറഞ്ഞിരുന്നല്ലോ. കലിയടങ്ങാതെ വഴിയിലേക്ക് കണ്ണും നട്ട് ഇരുന്നവർ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്ന വിശ്വയെയും കാത്ത്. പാത്രമൊക്കെ ഒതുക്കി വെക്കുന്ന സുജാതയുടെ കൂട്ടത്തിൽ ഗൗരിയും ഹീതുവും ഉണ്ടായിരുന്നു. ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് സുജാത പണിയെടുത്തത്. ഹരിയുടെ പഴയ കാര്യങ്ങൾ തന്നെയാണ്. അവൻ കാണിച്ച തെമ്മാടിത്തരവും കേസുകളും പണികളും കഷ്ടപ്പാടും അങ്ങനെ ഗൗരി എല്ലാം കേട്ട് നിൽക്കുമ്പോൾ ആ അമ്മയോട് വല്ലാത്തൊരു അടുപ്പം തോന്നിപ്പോയി അവൾക്ക്. സ്വന്തം അമ്മയെ പോലെ അല്ല, അതിനേക്കാളും മുകളിൽ. കാരണം ഇത്രയൊന്നും ആശ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു. അച്ഛമ്മയെ പേടിച്ചിട്ടാണ്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അമ്മയുടെ വിശേഷം പറയാനും കുശലം പറയാനും അമ്മയുടെ കഥകൾ കേൾക്കാനും ഒക്കെ താൻ ഒരുപാട് കൊതിച്ചിരുന്നു. ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. തല്ലിൻ്റെ പേരിൽ 2 ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ അവൻ കടന്നത്. സുജാതയുടെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി. ചിന്തിച്ച് ഏതോ ലോകത്തേക്ക് എത്തിയിരുന്നു അവൾ. കയ്യിലുള്ള വെള്ളം നിറച്ച കുപ്പി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഞാൻ മനഃപൂർവ്വം അറിയാത്തതുപോലെ നിന്നു. കുറച്ച് പഠിക്കട്ടെ, അതോടെ തല്ലൊക്കെ നിർത്തി നന്നായെന്ന് വിചാരിച്ചു. പക്ഷെ പാർട്ടിക്കാർ തന്നെ അവനെ ഇറക്കി. എന്നിട്ട് ഇവിടേക്ക് വരുന്നതിന് പകരം പണി കൊടുത്തവനെ തല്ലാനാണ് അവൻ ആദ്യം പോയത്. അതോടെ എനിക്ക് മനസ്സിലായി ആ തലതെറിച്ചവൻ ഒരിക്കലും നന്നാവില്ലെന്ന്. സുജാത പറയുമ്പോൾ ഹീതു വാപൊത്തി ചിരിക്കുന്നുണ്ട്. ഗൗരിക്കും ചിരി വന്നുപോയി. എത്രയെത്ര കഥകളാണ് അവനെക്കുറിച്ച്. എല്ലാം തല്ലാണ് അധികവും. തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് അവൾക്ക് ഏകദേശം പിടികിട്ടി. പക്ഷെ ഭയമൊന്നും തോന്നിയില്ല. പകരം ഒരു സന്തോഷം. ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ആഹ്ലാദം. പിന്നിലെ ഏട്ടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്നുള്ള ഹീതുവിൻ്റെ പറച്ചിലിൽ ഗൗരി അവളെ നോക്കി. നമ്മുടെ വീടാ, അതായത് എൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും, ഇപ്പോൾ ഏട്ടത്തിയുടെയും. അതുകൊണ്ട് അവിടുത്തെ പോലെ മിണ്ടാതെ പേടിച്ച് നിൽക്കുന്നൊന്നും ഇവിടെ വേണ്ട. സംസാരിക്കുന്നിടത്ത് സംസാരിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത്. അതുകൊണ്ട് പഴയതൊക്കെ കളഞ്ഞ് ഗുഡ് ഗേളായെ. കാര്യമായി ഉപദേശിക്കുന്നവളെ സുജാത ചിരിയോടെ നോക്കി. കാര്യം ഇവക്ക് ബുദ്ധിയില്ലെങ്കിലും ഈ പറഞ്ഞ സത്യം മോളെ. നീ ഇനിയും ഇങ്ങനെ മിണ്ടാതെ ഒതുങ്ങി നിൽക്കരുത്. അവനോടോ ഇവളോടോ പിന്നെ എന്നോടൊക്കെ സംസാരിച്ച് പിടിച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ച് പാടാ. സുജാത പറയെ അവൾ നേർമയായി ഒന്ന് ചിരിച്ചു, തലയാട്ടി. എന്നിട്ട് സ്ലാബിൽ കയറിയിരിക്കുന്ന ഹീതുവിൻ്റെ അടുക്കൽ ചാരി നിന്നു. പണികളൊക്കെ ഒതുങ്ങി. സമയം 9:30 കഴിഞ്ഞു. എപ്പോഴും ഈ സമയമാകുമ്പോൾ സുജാത കിടക്കും. ഹീതുവിന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ. പക്ഷേ ഹരി വന്ന് കിടക്കുമ്പോൾ പാതിരാത്രിയാവും, ചിലപ്പോൾ പുലർച്ചെയും. അവന് ഭക്ഷണം വിളമ്പി വെക്കും, ഇല്ലെങ്കിൽ അവൻ തന്നെ എടുത്ത് കഴിക്കും. അതായിരുന്നു പതിവെന്ന് അമ്മ പറഞ്ഞ് ഗൗരിക്ക് മനസ്സിലായി. ഹീതുവിനോട് എന്തോ പറഞ്ഞ് തിരിഞ്ഞ ഗൗരി കാണുന്നത് പാല് തിളപ്പിക്കുന്ന സുജാതയെയാണ്. ഒരു നിമിഷം നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ആദ്യ രാത്രി ഓർക്കാൻ പോലും അവൾക്ക് വല്ലാത്ത ഭയം തോന്നിപ്പോയി. അതുവരെ തെളിഞ്ഞു നിന്ന മുഖം മങ്ങിയത് സുജാത ശ്രദ്ധിച്ചു. അവൾക്ക് ചിരി വന്നു. പാല് തിളപ്പിച്ച് ഗ്ലാസ്സിലൊഴിച്ച് അവൾക്ക് നേരെ നീട്ടുമ്പോൾ ദയനീയമായി ആ കണ്ണുകൾ സുജാതയിലെത്തി. ചടങ്ങല്ലേ മോളെ, അതാ. പിന്നെ അവൻ പാലത്ര പിടിക്കില്ല, നീ തന്നെ കുടിക്കേണ്ടി വരും. ചിരിയോടെ സുജാത പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് നടന്നു. മുറിയുടെ മുന്നിലെത്തിയതും ഗൗരി ഒന്ന് നിന്നു. അവനകത്തുണ്ടാവും മോളെ, ചെല്ല്, പോയി കടന്നോ. പിന്നെ രാവിലെ എഴുന്നേക്കാനൊന്നും നിൽക്കണ്ട. 8 മണിയാകുമ്പോൾ എണീറ്റ് വന്നാൽ മതി, കേട്ടല്ലോ. അതിന് തലയാട്ടുക മാത്രം ചെയ്തവൾ. ഞാൻ നാളെ വന്നേക്കാം, പോരെ.
മുറിയിലേക്ക് കയറിയ പാടെ കേട്ടത് ഈർഷ്യയോടെ അവൻ്റെ സ്വരമാണ്. പിടച്ചിലൂടെ നോക്കുമ്പോൾ ജനലോരത്ത് നിന്ന് ഫോണിൽ സംസാരമാണ് ഹരി. അവൾ വന്നതൊന്നും അവൻ അറിഞ്ഞില്ല. അവൻ്റെ കോലം കാണെ അവളുടെ നെഞ്ച് പെരുമ്പറ കൊട്ടി. വെളുത്ത ഒരു മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. അരയ്ക്ക് മുകളിൽ നഗ്നമായ അവൻ്റെ പുറഭാഗം കാണെ പിടച്ചിലോടെ നോട്ടം മാറ്റി തുളുമ്പാത പാൽ ടേബിളിൽ വെച്ചവൾ. പാർട്ടിയൊക്കെ തരടവായി, ഇങ്ങനെ കളത്തുള്ളാതെ. ആരെ അറിയിക്കാൻ നടത്തിയ കല്യാണമാണ്, അല്ല നിങ്ങളെ മനഃപൂർവ്വം വിട്ടതല്ല, ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഹരി. അവൻ്റെ തെറിയിൽ ഗൗരിയുടെ കൈകൾ തമ്മിൽ മുറുകി. അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. ആദ്യമായി ഒരന്യപുരുഷന്റെ കൂടെ ഒരു മുറിയിൽ. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചു നാളിപ്പോയി. അടിവയറ്റിൽ നിന്ന് എന്തോ ഒന്ന് പാഞ്ഞു കയറിപ്പോയി. കൈകൾ താലിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തല ഉയർത്തിയതും ഫോൺ കട്ടാക്കി ഹരി തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. തലയും താഴ്ത്തി മേശയിലേക്ക് അമർന്നു നിൽക്കുന്നവളെ നോക്കി ഫോൺ ബെഡിലേക്ക് ഇട്ടവൻ. താൻ കെട്ടിയ താലിയും അണിഞ്ഞ് നെറ്റിയും ചുവപ്പിച്ച് നിൽക്കുന്നവളെ കാണെ നെഞ്ചിൽ ഒരു തണുപ്പ് പടർന്നു. എത്ര വർഷത്തെ ആഗ്രഹമാണ് ഈ പെണ്ണ്. കൊതിച്ചൊടുവിൽ അവനരികിലേക്ക് തന്നെ എത്തിയതും ഹരിക്ക് ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. അവളുടെ പ്രണയം കൊണ്ട് ഹൃദയമാകെ വലിഞ്ഞു മുറുകുന്നത് പോലെ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് സന്തോഷം അടക്കി പിടിച്ചവൻ. ഗൗരി, വളരെ മൃദുവായ സ്വരം. കൂടെ ബെഡിലേക്കിരുന്നു ഹരി. ഒന്ന് കണ്ണുകളുയർത്തി അവനെ നോക്കി അവൾ. അവിടെ ഇങ്ങനെ നിന്നാ കാല് വേദനിക്കും പെണ്ണെ. ദേ ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. തൻ്റെ അടുത്തായി ബെഡിൽ തട്ടിപ്പറയെ ഗൗരി മടിച്ച് അവനെ നോക്കി. ഇരിക്കുക ഗൗരി, എന്നെ പേടിയാണോ? ഒരിളം ചിരിയോടെ ചോദിക്കുന്നവൻ അവൾ അറിയാതെ ഇരുന്നു പോയി. എടിപിടിയെന്നായിരുന്നല്ലോ കാര്യങ്ങൾ, അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റിയില്ല. മുറിയൊന്ന് മിനുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മുല്ലപ്പൂ പോലും ഇല്ലാതെയായി. ടേബിളിലുള്ള പാലിലേക്ക് നോക്കിയാണ് അവൻ്റെ പറച്ചിൽ. പരിഭ്രമത്തോടെ വിരൽ കോർത്തഴിച്ചു ഗൗരി. അവൻ്റെ സാമീപ്യം അവളെ വല്ലാതെ വിറപ്പിച്ചു. ഒരുതരം ചമ്മലോ നാണമോ അങ്ങനെ പലതും. പക്ഷേ ഭയമോ അപരിചിതൻ എന്ന പേടിയോ ഒന്നും തനിക്കവനോട് തോന്നുന്നില്ലെന്ന് അവൾ ഓർത്തു. പാല് കുടിക്കുവോ? തല ചരിച്ച് ഹരി തിരക്കിയതും ഗൗരി മെല്ലെ തലയാട്ടി. എന്നാ കുടിച്ചോ, ഞാൻ കുടിക്കാറില്ല, രാത്രി പ്രത്യേകിച്ചും. ഈ പാലൊക്കെ നമുക്ക് പറ്റിയ കൂട്ടല്ല, വല്ല കുപ്പിയുമായിരുന്നേ നോക്കായിരുന്നു. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറയെ ഗൗരിക്ക് ചിരി വന്നുപോയി. അതവൻ്റെ മുഖം കണ്ടാണ്. വല്ലാത്ത നിഷ്കളങ്കത നിറഞ്ഞ മുഖമാണ് അവന്. കുഞ്ഞു കണ്ണും കട്ടിയുള്ള പുരുകവും നുണക്കുഴിക്കവളും മനോഹരമായ പുഞ്ചിരിയും. ഇയാളെ എങ്ങനെ ഗുണ്ടേന്ന് വിളിക്കും കണ്ണാ? മനസ്സിൽ ഗൗരിയുടെ ചിന്ത അതായിരുന്നു. ചന്തമുണ്ടോ ഗൗരി? കണ്ണെടുക്കാതെയുള്ള അവളുടെ നോട്ടത്തിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് മെല്ലെ ചോദിക്കെ ഗൗരി ഞെട്ടി അവനെ നോക്കിപ്പോയി. അപ്പോഴാണ് വായി നോക്കുന്ന എന്ന ബോധം അവൾക്ക് വന്നത്. പിടച്ചിലൂടെ മുഖം വെട്ടിച്ചവൾ. ഭയങ്കര നോട്ടമായിരുന്നല്ലോ. കൊള്ളാമോ നിന്റെ കെട്ടിയോൻ? ഗൗരി പെണ്ണിൻ്റെ സങ്കല്പത്തിനുള്ള ചെക്കനെ പോലെയുണ്ടോ? കുസൃതിയോടെ ചോദിക്കുന്നവൻ. അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. ആദ്യമായി അറിയുന്ന പുരുഷന്റെ സാന്നിധ്യത്തിൽ അവളിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. കൂടെ അവൻ്റെ കള്ളച്ചിരിയും. അവ നെഞ്ചിലേക്ക് ആഴ്ന്നു പോകുന്നത് അവൾ അറിഞ്ഞു. പലതും പറ പെണ്ണേ, ഞാൻ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയോ നിനക്ക്? ഹോ, എനിക്ക് തന്നെ ഓർക്കാൻ വയ്യ. ആദ്യമായി അവളെ നോക്കി. എന്നെ ഇഷ്ടമായോ നിനക്ക്? ആ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൻ ചോദിച്ചു. ഗൗരിയുടെ കൺപീലി പിടയ്ക്കുന്നത് ഹരി അറിഞ്ഞു. ആ സാഹചര്യത്തിൽ നിന്റെ സമ്മതമോ നിന്റെ അവസ്ഥയോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു ഗൗരി. നിന്നെ അവിടുന്ന് രക്ഷിക്കുക, കൂടെ എൻ്റെ മാത്രമാക്കി മാറ്റുക, അതുമാത്രമായിരുന്നു ചിന്ത. നിന്നോട് എനിക്ക് അഭിപ്രായം ചോദിക്കാൻ പോലും ആയില്ല. പക്ഷേ ഇപ്പോൾ ചോദിക്കുക. കാര്യമില്ലെന്നറിയാം, എന്നാലും പറ, എന്നെ ഇഷ്ടമായോ? ബെഡിലിരിക്കുന്ന അവളുടെ കയ്യിലേക്ക് കൈ ചേർത്തവൻ അവളെ നോക്കി. ഗൗരി എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ഒരുങ്ങി. ആ കണ്ണുകളിലേക്ക് നോക്കി കളവ് പറയാൻ അവൾക്കാവില്ലായിരുന്നു. പറ പെണ്ണെ. അവൻ്റെ മുഖം അവളിലേക്ക് ചാഞ്ഞു. ഒരു നിമിഷം ആ കണ്ണുകളിലേക്കും ചുണ്ടുകളിലേക്കും അവളുടെ കണ്ണുകൾ പതർച്ചയോടെ പാഞ്ഞു നടന്നു. അത്ര പെട്ടെന്ന് ഇഷ്ടം തോന്നില്ലെന്ന് എനിക്കറിയാം. ഇന്ന് എന്നെ കണ്ടതല്ലേ ഉള്ളൂ. ഒരാഴ്ച കഴിയട്ടെ, ഞാൻ വീണ്ടും ചോദിക്കാം. അപ്പം ശരിക്കും മറുപടി പറഞ്ഞാൽ മതി. അവൻ തന്നെ പിന്മാറിയതും ഗൗരി ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തിപ്പിടിച്ചു. ഹരി കുറച്ചു നിമിഷം കൂടി അവളെ നോക്കിയിരുന്നു. സംതൃപ്തി, വല്ലാത്ത സന്തോഷം, ആഴമേറുന്ന പ്രണയം, വികാരം നെഞ്ചിലൂടെ ഒഴുകുന്നത് അവൻ അറിഞ്ഞു. പാല് കുടിച്ച് കിടക്കാൻ നോക്ക്. ഫുൾ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് എനിക്കും വല്ലാത്ത ക്ഷീണം. ഞാനും കിടക്കട്ടെ. പറയുമ്പോൾ തന്നെ മുടിയൊതുക്കി നെഞ്ചൊന്ന് തടവി ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞവൻ. ഗൗരി പിടച്ചിലോടെ എഴുന്നേറ്റ് നിന്നു. ഓ മറന്നു, നിനക്ക് ഡ്രസ്സ് മാറ്റാനാണേ ദേ കബോർഡിൽ നൈറ്റ് ഡ്രസ്സ് ഉണ്ട് ഗൗരി, അതിട്ട് കിടന്നോ. ഈ ടോപ്പ് ഉറങ്ങാൻ കംഫർട്ടായിരിക്കില്ല. ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ പറയെ ഗൗരി വേണ്ടെന്ന് തലയാട്ടി.
എന്നാ കിടക്ക്. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും പാൽ ഗ്ലാസ് എടുത്ത് കുറച്ച് കുടിച്ച് ചുണ്ടും തുടച്ച് അപ്പുറത്തെ അറ്റത്തേക്ക് കിടന്നു ഗൗരി. അവളെ ഒന്ന് നോക്കി ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ടവൻ ഗൗരിയിലേക്ക് തിരിഞ്ഞു. അവൻ്റെ നോട്ടത്തിൽ ഗൗരി ഒന്ന് പിടച്ചു. വല്ലാത്ത വിറയൽ ശരീരമാകെ പടരുന്നത് പോലെ. തണുക്കും ഗൗരി, പൊതിച്ചു കിടക്ക് പറയുന്നതിനോടൊപ്പം രണ്ടാളുടെയും മേലേക്ക് അവൻ പൊതിച്ചു. ഈ മുറി നല്ല തണുപ്പാ. ആ സൈഡിൽ കവുങ്ങൊക്കെ അല്ലേ, അതുകൊണ്ട് രാവിലെയൊക്കെ മരവിച്ച് എഴുന്നേക്കാൻ പോലും കഴിയില്ല. ജനലടച്ച പിന്നെ അത്രയില്ല കേട്ടോ, വീണ്ടും വാതോരാതെ പറയുന്നവൻ അവൾക്കവൻ അതിശയമായി തീരുകയായിരുന്നു. ഒരു നേരവും വാവൂട്ടാത്ത ഓരോന്നും പറഞ്ഞിരിക്കുന്നവൻ. അമ്മ പറഞ്ഞ കർക്കശക്കാരനായ ഗുണ്ടയാൾ തന്നെയാണോ എന്ന് അവൾക്ക് സംശയം തോന്നിപ്പോയി. ഇത്രയും ലോല ഹൃദയമുള്ള ഗുണ്ടയോ? എപ്പോഴോ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വരുമ്പോൾ അവൻ്റെ നോട്ടം അവളിൽ മാത്രമാണെന്ന് അവൾ കണ്ടിരുന്നു. കൂടെ ആ ചുണ്ടിലെ ഇളം ചിരിയും. പോയതും സുജാതയെ അടുക്കളയൊതുക്കാൻ സഹായിച്ചു നിൽക്കുകയാണ് ഗൗരി. സുജാത അവളെ ഒന്നിനും അടുപ്പിക്കുന്നില്ല എങ്കിലും എല്ലാം ശീലമായതിനാൽ ഗൗരി ഒരു ചിരിയോടെ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, നീ പുതുപ്പെണ്ണാണ്. ആദ്യ ദിവസം തന്നെ ഇങ്ങനെ അടുക്കളയിൽ കയറി പണിയെടുക്കുന്നത് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ മടലെടുത്ത് എന്നെയാവും തരുന്നത്. സ്ലാബ് തോർത്തി ആ തുണി കഴുകി വിരിച്ചിട്ടു സുജാത. അത് കുഴപ്പമില്ലമ്മേ, എനിക്കിതൊക്കെ ശീലമാണ്. രാവിലെ എണ്ണീറ്റ് പണികളൊക്കെ ഒതുക്കും ഞാനും അമ്മയും വല്യമ്മയും. ഇല്ലെങ്കിൽ മുത്തശ്ശി ശബ്ദം ഉയർത്തും. പറയുമ്പോൾ ഇളം ചിരി അവളിലുണ്ട്. വീണ്ടും ആ വിഷയം മുന്നോട്ട് സംസാരിച്ച് അവളെ വേദനിപ്പിക്കാൻ സുജാതയ്ക്ക് തോന്നിയില്ല. നീ പോയി അവൻ എഴുന്നേറ്റ് നോക്ക്. വിളിച്ചില്ലേ ഉച്ചവരെ കിടന്നുറങ്ങുവാൻ. നമ്മളെപ്പോലെ വിശപ്പൊന്നും അവനില്ല. ഗൗരി ഒന്ന് ശങ്കിച്ചു നീങ്ങുന്നെങ്കിലും പിന്നെ മുറിയിലേക്ക് നടന്നു.